നമ്മുടെ ഇന്നാണ് ട്രംപുരാൻ പ്രാബല്യത്തിലാവുന്നതെന്നാണ്. നമുക്ക് മധു കൊട്ടാരക്കരയോട് ചോദിക്കാം. മധു, ഗുഡ് ഈവനിങ്. അവിടെ ഈവനിങ് ആണല്ലോ. അപ്പോൾ ട്രംപുരാൻ പ്രഖ്യാപനങ്ങൾ ഇന്ന് പ്രാബല്യത്തിലാവുകയാണ്. 104% ചുങ്കം ചൈനയ്ക്ക് മേൽ ചുമത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഫാർമ മേഖലയിൽ ചുങ്കമില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആശ്വസിച്ചിരിക്കുകയായിരുന്നു ഇന്ത്യക്കാര്. ഇപ്പൊ അതും വരുന്നുവെന്ന് അറിയുന്നു. ഓഹരി വിപണികൾ തകർന്നടിയുന്നു. എന്താണ് മധു ഇത്? ഞങ്ങളോടൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഹാഷ്മി, SK. ഈ നിമിഷം അമേരിക്കയിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാന വാർത്ത മുംബൈ ഭീകരാക്രമണത്തിന്റെ പിന്നിലെ സൂത്രധാരൻ ബുദ്ധികേന്ദ്രം തഹാവൂർ റാണ ഇന്ന് ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ്. ഡൽഹിയിലോ അല്ലെങ്കിൽ മുംബൈയിലോ ഏതെങ്കിലും ഒരു ജയിലിലേക്കായിരിക്കും ഇദ്ദേഹത്തെ കൊണ്ടുപോവുക. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ട ചുക്കാൻ പിടിക്കുന്നത്. ആദ്യ ദിനങ്ങളിൽ NIA കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ഇനിയും ഈ താരിഫുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്ക് വന്നാൽ, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച, അതായത് ഇന്ന്, എല്ലാ ചൈനീസ് ഇറക്കുമതികൾക്കും 104% അധിക നികുതി ചുമത്തുമെന്ന് വൈറ്റ് ഹൌസിൽ പ്രസ് സെക്രട്ടറി കാരോലിൻ ലെവിറ്റാണ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പ്രഖ്യാപിച്ചത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 34% തീരുവ ചുമത്താനുള്ള തീരുമാനം 24 മണിക്കൂറിനകം പിൻവലിച്ചില്ലെങ്കിൽ ചൈനയ്ക്ക് ഉള്ള പകരച്ചുങ്കം 104% ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. അതിന് 24 മണിക്കൂർ സമയവും കൊടുത്തിരുന്നു. മുമ്പ് ചുമത്തിയ 20% ഈ മാസം 2-ന് പ്രഖ്യാപിച്ച 34% ഉൾപ്പെടെ 54% ചൈനയ്ക്കുണ്ടായിരുന്ന ഇറക്കുമതി ചുങ്കം. ഇതിനോടൊപ്പം 50% കൂടിയാണ് ഇപ്പോൾ പുതുതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക പ്രഖ്യാപിച്ച പകരച്ചുങ്കം ഇന്നു മുതൽ നിലവിൽ വരും. ലോകത്തിലെ 86 രാജ്യങ്ങൾക്ക് എതിരെ അമേരിക്ക പ്രഖ്യാപിച്ച പകരച്ചുങ്കം പ്രാബല്യത്തിലാകുന്നത് ഇന്ത്യൻ സമയം രാവിലെ 9:30-ക്കായിരിക്കും. ചൈനീസ് ഇറക്കുമതിക്ക് 50% അധിക തീരുവ ചുമത്തുന്നതിനെ പറ്റി വളരെ ശക്തമായി എതിർക്കുന്നു എന്നൊക്കെ ചൈനീസ് വാണിജ്യ മന്ത്രാലയം ഇന്നലെ പറഞ്ഞിരുന്നു. ഒരു തെറ്റിന് മുകളിൽ മറ്റൊരു തെറ്റെന്നൊക്കെയായിരുന്നു അതിനെ വിശേഷിപ്പിച്ചത്. US കയറ്റുമതിക്ക് ചുങ്കം വർദ്ധിപ്പിക്കുമെന്നൊരു ഭീഷണിയും ചൈനീസ് മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ എത്തുന്നത് കഴിഞ്ഞ വർഷം ഏതാണ്ട് $439 ബില്യൺ അതേസമയം ചൈനയിലെത്തുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ $144 ബില്യൺ കഴിഞ്ഞ വർഷം. അമേരിക്കൻ വിപണികളിൽ ഇന്ന് വലിയ ഇടിവും ഉണ്ടായിട്ടുണ്ട്. വ്യാപാര യുദ്ധത്തിൽ ആരും ജയിക്കില്ലെന്നാണ് ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി അന്റോണിയോ ഗട്രോസ് പറഞ്ഞത്. അതുപോലെ ഈ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ലോക രാഷ്ട്രങ്ങൾ ട്രംപിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഫ്രാൻസ് ഉൾപ്പെടെ. അമേരിക്കയുടെ പുരോഗതിക്ക് തന്റെ ഈ തീരുവ പ്രഖ്യാപനം വലിയൊരു മുതൽക്കൂട്ടാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുന്നത്. അതുപോലെ കാനഡ അമേരിക്കൻ വാഹനങ്ങൾക്ക് ചുമത്തുന്ന 25% തീരുവയും ഇന്ന് തുടങ്ങുന്നതായിരിക്കും. അതേസമയം ഈ തീരുവ ചർച്ചകൾക്കായി 70 രാജ്യങ്ങൾ. താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും ഇന്ന് ട്രംപ് പരിപാടിയായിട്ട് മുന്നോട്ട് പോകും. സംഭവിച്ചാലും മുന്നോട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ പക്ഷേ ട്രംപിന് ചില തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുക. ചൈന മുറുകി നിൽക്കുക, അലമ്പാക്കിയിരിക്കുക കാര്യങ്ങൾ.